ജിഷ്ണുവിന് നീതി തേടി സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഭീഷണി. നെഹ്റു ഗ്രൂപ്പിന്റെ കോയമ്പത്തൂർ കോളേജിലെ വിദ്യാർത്ഥികളെ പുറത്താക്കുമെന്നാണ് ഭീഷണി. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ധനസഹായം ആവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുന്നു. ലതീഷ്, ഒരുപക്ഷെ പീപ്പിൾ TV ഈ വാർത്ത പുറത്തെത്തിച്ച് സജീവമായപ്പോൾ തന്നെ കോയമ്പത്തൂരിലെ വിദ്യാർത്ഥികൾ ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിലേർപ്പെട്ടിരുന്നു. ഇവർക്കാണോ ഇപ്പോൾ ഭീഷണി നേരിട്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൻഷാദ്, കഴിഞ്ഞ തിങ്കളാഴ്ച 9-ാം തീയതിയാണ് കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തിറങ്ങിയത്. പാമ്പാടി നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത, കോളേജ് മാനേജ്മെന്റിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു വിദ്യാർത്ഥികൾ കോയമ്പത്തൂരിൽ ഒറ്റക്കെട്ടായി സമരത്തിനിറങ്ങിയത്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത മലയാളി വിദ്യാർത്ഥികളായ ചില കുട്ടികൾക്കെതിരെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് നടപടികൾക്ക് ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിലവിൽ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. പൊങ്കൽ അവധി പ്രമാണിച്ച് ഈ ആഴ്ച കോളേജ് പ്രവർത്തിക്കുന്നില്ല. ചൊവ്വാഴ്ച ആരംഭിക്കേണ്ട അവധി തിങ്കളാഴ്ച സമരം പ്രഖ്യാപിച്ച ഉടൻ കോളേജിന് അവധി നൽകുകയായിരുന്നു മാനേജ്മെന്റ്. വരുന്ന തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമായാണ് കോളേജ് തുറന്നു പ്രവർത്തിക്കേണ്ടത്. ആ സമയത്ത് കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത്രത്തോളം വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇത്തരത്തിൽ മാനേജ്മെന്റ് നടപടികൾക്ക് ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സമരത്തിൽ കേവലം ജിഷ്ണുവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം മാത്രമായിരുന്നില്ല. ജിഷ്ണുവിന്റെ കുടുംബത്തിന് ധനസഹായം നെഹ്റു ഗ്രൂപ്പിന്റെ മാനേജ്മെന്റ് ധനസഹായം നൽകണമെന്നും സഹോദരിയുടെ പഠന ചെലവ് മാനേജ്മെന്റ് ഏറ്റെടുക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം നമ്മൾ ഈ വാർത്ത കൊടുത്ത ഉടൻ തന്നെ അവിടെ നെഹ്റു ഗ്രൂപ്പിന്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇടിമുറിയുണ്ടെന്ന വെളിപ്പെടുത്തൽ പീപ്പിൾ TVയിലൂടെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ PET അധ്യാപകനായ സെന്തിൽ കുമാറാണ് കുട്ടികളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ലതീഷ്, നമ്മോടൊപ്പം നേരിട്ട് വിവരങ്ങൾ പറയാനായി കോയമ്പത്തൂരിലെ ഒരു വിദ്യാർത്ഥി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമെങ്കിൽ? ഹലോ, കേൾക്കാമോ? അതായത് എന്തൊക്കെ രീതിയിലെ ഭീഷണിയാണ് കോയമ്പത്തൂരിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയത്. അന്ന് ഞങ്ങളുടെ ആവശ്യം ജിഷ്ണുവിന്റെ വീടിന് ധനസഹായം നൽകണമെന്നും പെങ്ങളുടെ തുടർ വിദ്യാഭ്യാസം നെഹ്റു ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. പിന്നീട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സ്റ്റുഡന്റ് വിങ് രൂപീകരിക്കണമെന്ന്. അതിനെല്ലാം ശരി, ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷം 2 ദിവസത്തിനകം മാനേജ്മെന്റുമായി നമുക്ക് ചർച്ച ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നു 18th വരെ കോളേജ് ഇല്ല, തുറക്കുന്ന ദിവസം എക്സാം ആയിരിക്കും. അപ്പോ അങ്ങനെ എക്സാം ആണെങ്കിൽ ഞങ്ങളുടെ പിന്നുള്ള സപ്പോർട്ട് കുറയുമെന്നും ഈ എക്സാം എഴുതാത്തവർക്ക് സെമസ്റ്റർ എക്സാം എഴുതാൻ സാധിക്കില്ല എന്ന് കോളേജിൽ നിന്ന് വിവരം ഉണ്ടായി. അപ്പൊ മുന്നിൽ നിന്ന് ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിന് നടപടി എടുക്കും എന്നാണ് മറ്റുള്ള കുട്ടികൾ കോളേജിൽ പോയപ്പോൾ അവിടുന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് നിങ്ങൾ സമരം ചെയ്തു ഒരു ആവശ്യത്തിന് വേണ്ടി എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഭീഷണിയാണ് കോളേജ് അധികൃതർ നിങ്ങളോട് നടത്തിയത്, അല്ലേ? അതെ, 2013 സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ചില കുട്ടികളെ മാത്രമാണ് സമരം എന്ന രീതിയിലും ചട്ടലംഘനം എന്ന് പറഞ്ഞ നടപടിയെടുത്തത്. അല്ലാത്തവരെ മറ്റൊരു കേസിൽ, അതായത് റാഗിംഗ് എന്ന് പറഞ്ഞൊരു കേസിൽ പിടിച്ചതിന് ശേഷം കോളേജിൽ നിന്ന് സെന്തിൽ സാറ് മർദ്ദിച്ച് അതിനുശേഷം ചാവടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രാത്രി വരെ മർദ്ദിക്കുകയും വീട്ടിൽ പോലും പറയാതെ, പിന്നീട് വീട്ടിൽ കുട്ടികളെ എത്താതിരുന്നപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ചാവടി പോലീസ് സ്റ്റേഷനിലാണ് ഇവരെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അവർ വീട്ടിൽ നിന്ന് ചാവടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് അന്ന് കുട്ടികളെ ഇറക്കി കൊണ്ടുവന്നത്. അതായത് 2013-ലോ? അതെ, 2013 എന്തായിരുന്നു വിഷയം? രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയെ HOD, അതായത് അവളുടെ BBA ഡിപ്പാർട്ട്മെന്റ് HOD ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവൾ ബസ്സിൽ നിന്ന് എടുത്ത് ചാടിയായിരുന്നു. അന്നും ഇതുപോലെ തന്നെ ധനസഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ്, 10 ലക്ഷം രൂപയുടെ ധനസഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും അന്നും ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അന്നും ഇതുപോലെ ഭീഷണിയും നടപടികളും ഒക്കെ അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു, അല്ലേ? അന്ന് നടപടി എടുത്തിരുന്നു. നടപടി ഈ സമരം ചെയ്തതിന്റെ പേരിലല്ല, റാഗിംഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് നടപടി എടുത്തത്. അപ്പോൾ വളരെ വളരെ ശക്തമായ നടപടിയാണ് എടുത്തത്. അത്തരത്തിലൊരു ഭയം വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ മൂസിൻ ഇക്കാനെ വന്ന് കണ്ടത്. അതിന് സമാനമായ രീതിയിൽ ഇപ്പോഴും
സമരം ചെയ്തവർക്കെതിരെ ഭീഷണിയാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ അതെ അതെ ഭയപ്പെടുന്നു ഈ നടപടി വരുമെന്ന്. അതെ അതെ അവർ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അവരിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നിലുള്ള എല്ലാവർക്കും, അതായത് ലീഡ് ചെയ്യുന്ന എല്ലാവർക്കെതിരെ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് കോളേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് സമരത്തിൽ പങ്കെടുക്കുകയും കോളേജിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്ത വിദ്യാർത്ഥികളെ CCTV വഴി ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നീക്കം, അല്ലേ? അതെ അതെ, ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ 4000-ഓളം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ എന്ന് വാക്ക് തന്നത്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരാൾക്കും ഒരു നടപടി ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു മീറ്റിംഗ് 2 ദിവസത്തിനകം സംഘടിപ്പിക്കാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങൾ അന്ന് എല്ലാവരും പിരിഞ്ഞുപോയത്. നിങ്ങളിപ്പോൾ വിദ്യാർത്ഥികൾ ഈ തരത്തിലൊരു വലിയ പേടി, വലിയ ഈ ഭീഷണിയുടെ പേടി നിങ്ങളുടെ ഭാവിയുടെ തുലാസ് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്കുണ്ട്, അല്ലേ? അതെ അതെ, അവര് ഒന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ബ്ലോക്ക് ചെയ്യും, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല, അതാണ് അവരുടെ ധൈര്യം. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ മുഹമ്മദ് മുഹസിൻ MLA കൂടി ചേരുകയാണ്. ശ്രീ മുഹസിൻ, അതായത് താങ്കൾ തന്നെ പീപ്പിൾ TVയിലൂടെ എത്തിപ്പറഞ്ഞതാണ്, ഞാൻ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ മുഖം മാറ്റി എത്തിയാൽ അവർക്ക് വേണ്ട എല്ലാ സുരക്ഷിതത്വവും ഞാനും എൻ്റെ പ്രസ്ഥാനവും അല്ലെങ്കിൽ ഈ നാടും നൽകും എന്ന ഉറപ്പ് താങ്കൾ നൽകിയതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്, കോയമ്പത്തൂരിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ വലിയ ഭീഷണി നേരിടുന്നു. ജിഷ്ണുവിന് വേണ്ടി ശബ്ദിച്ചു എന്നതിന്റെ പേരിൽ അവരുടെ ഭാവി വെച്ച് കളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. CCTV വഴി അവരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. എന്ത് ചെയ്യാനാകും നമുക്ക്? തീർച്ചയായിട്ടും ആ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്. ആ കുട്ടികള് പിന്നെ വളരെയേറെ ഭയന്നിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ജിഷ്ണുവിന്റെ ഫാമിലിക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, അതുപോലെ സിസ്റ്ററുടെ വിദ്യാഭ്യാസം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റെടുക്കണം, അതുപോലെ വളരെ ന്യായമായിട്ടുള്ള സ്റ്റുഡൻസിന് അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവരുടെ റെപ്രസെന്റേഷൻ കൊടുക്കണം. ഒരു സ്റ്റുഡന്റ് യൂണിയനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകണം. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവര് അന്ന് സംഘടിച്ചത്. അന്ന് പറഞ്ഞ 2 ദിവസം കൊണ്ട് നമുക്ക് മീറ്റിംഗ് കൂടി തീരുമാനിക്കാമെന്ന് പ്രിൻസിപ്പൽ പറയുകയും അന്നേ ദിവസം വൈകുന്നേരം കോളേജ് അടച്ചിടുകയാണ് ചെയ്യുന്നത്. പൊങ്കലവധി കഴിഞ്ഞ് തിങ്കളാഴ്ച തുറക്കേണ്ടതാണ്. പക്ഷെ തിങ്കളാഴ്ച തുറക്കാതെ ബുധനാഴ്ച 17-ാം തീയതി റീഓപ്പൺ ചെയ്യുന്നത് പരീക്ഷാ ദിവസമാണ്. ഇവരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികൾ അടക്കമുള്ള കുട്ടികൾ പരീക്ഷ മുടക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ മുന്നിൽ നിന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പുറത്താക്കുകയോ അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് മാത്രമല്ല, ഈ കുട്ടികളുടെ വാട്സപ്പ് അത് ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് പോലും ബാക്കപ്പ് ചെയ്തിട്ട് നോക്കുകയും അവരുടെ ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ട് CCTVയിലെ ചിത്രങ്ങൾ അടക്കം എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പൊ അവര് ഭീഷണിപ്പെടുത്തുന്നത്. ഒന്നില്ലെങ്കിൽ ഈ കുട്ടികളെ പുറത്താക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തി വലിയ ഫൈൻ ഈടാക്കുക. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഗുരുതരമാണ്, ഗൗരവമാണ്. ഇത്രയേറെ പീഡനം നടത്തിയിട്ട് അവർ വീണ്ടും കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു, ഇത്രയേറെ പ്രതിഷേധമുണ്ടായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാകും മുഹസിൻ? ഇതില് ഒരു ചെറിയൊരു പ്രശ്നം നമുക്കുള്ളത് തമിഴ്നാട്ടിലാണ് ഇത് നടക്കുന്നത്, കേരളത്തിലല്ല. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അത്ര സ്ട്രോങ് അല്ല. അവിടെ ഗവൺമെന്റും പോലീസും വിദ്യാർത്ഥികളെ സംഘടിക്കുന്നത് പോലും അടിച്ചമർത്തുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. അവിടെ ശരിക്കും പറഞ്ഞാല് ഈ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു ധൈര്യം വെച്ചിട്ടാണ്. വലിയ രീതിയിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പവർ ഇവർക്ക് ബാക്കിങ് കൊടുക്കേണ്ടി വരും. വിദ്യാർത്ഥി മൂവ്മെന്റുകൾ ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏത് രീതിയിലാണ് അവർ പ്രതികരിക്കുക എന്നുള്ളത്. ശരി, അത് ശരിയാണ്. താങ്കൾ പറഞ്ഞ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അനുവദിക്കപ്പെടുന്ന ചില സാധ്യതകൾ എന്നത് കേരളത്തിലെ കുട്ടികളാണ്, ഞങ്ങളുടെ കുട്ടികളാണ്. അത്തരത്തിൽ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികവും ശാരീരികവുമായ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട അനിവാര്യതയുണ്ട് എന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ, അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന നിലയിൽ ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ. അത് ഉപയോഗിക്കുമോ മുഹസിൻ? സർക്കാർ ഇടപെടണം. അത് മാത്രമല്ല, നെഹ്റു കോളേജിലെ ഭൂരിപക്ഷം വരുന്ന കുട്ടികളും മലയാളികളായിട്ടുള്ള കുട്ടികളാണ്. ആ കോളേജിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ, ഈ വാർത്ത കേൾക്കുന്ന, ഈ ചർച്ച കേൾക്കുന്ന രക്ഷിതാക്കൾ അടക്കമുള്ളവർ കുട്ടികൾക്ക് സപ്പോർട്ടുമായിട്ട് വരണം. കുട്ടികളെ പുറത്താക്കാൻ, ഏതെങ്കിലും അവിടുത്തെ കുട്ടികളെ പുറത്താക്കാൻ നോക്കിയാൽ അതിനെതിരായിട്ട് എല്ലാ കുട്ടികളെയും സംഘടിപ്പിക്കാൻ രക്ഷിതാക്കളും സഹായിക്കണം.
ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും. അതിനുവേണ്ടി MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ശ്രമിക്കാൻ പറ്റും. അവിടെ തമിഴ്നാട്ടിലുള്ള AISF-ഉം SFI പോലെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അവിടുത്തെ പാർട്ടിയായിട്ട് ബന്ധപ്പെടാൻ കഴിയും. അത് മാത്രമല്ല, കേരളത്തില് ഉള്ള വിദ്യാർത്ഥികൾക്ക് എതിരായിട്ട് ഇവരൊരു ആക്ഷൻ എടുക്കുമ്പോൾ നെഹ്റു കോളേജ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നെഹ്റു കോളേജിന്റെ ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലാണെന്നുള്ളത് അതിന്റെ മാനേജ്മെന്റിന് മറക്കാൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ നെഹ്റു കോളേജിൽ ഒരു ക്യാമ്പസും തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. തീർച്ചയായും അത് തന്നെയാണ്. ഒരുപക്ഷെ മോഹസിൻ, ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി വളരെ പ്രബുദ്ധമായ ജനത, രക്ഷകർത്താക്കളൊക്കെ നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം നിൽക്കുന്നു. ഒപ്പം സർക്കാരാകട്ടെ വളരെ കൃത്യമായ നിലപാടുകൾ എടുക്കുന്നു. ഉടനെ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നു, സ്ഥിരം നോക്കാനുള്ള സംവിധാനം വരുന്നു, ഓംബുഡ്സ്മാനെ നിയമിക്കുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ ചേർന്ന് ഏതെങ്കിലും അസോസിയേഷൻ നീങ്ങിയപ്പോൾ അവർക്കും ശക്തമായ താക്കീത് കൊടുക്കേണ്ട മാതൃകാപരമായ നടപടി ഇവിടുത്തെ സർക്കാർ ചെയ്തു. ഒരുപക്ഷെ അതുകൊണ്ട് ഇവിടെ ചെയ്യാനാകാത്തത് കേരളത്തിന് പുറത്ത് ചെയ്തു തീർക്കാം എന്ന വാശിയാണോ ഒരുപക്ഷെ നെഹ്റു മാനേജ്മെന്റ് എടുക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരെടുക്കുന്നത്. അവരുടെ ധൈര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടില് വിദ്യാർത്ഥി മൂവ്മെന്റിനെ അടിച്ചൊതുക്കിയത്. അതുകൊണ്ട് കൃത്യമായിട്ട് വിദ്യാർത്ഥി മൂവ്മെന്റുകൾ അടിച്ചൊടുക്കാൻ അവിടുത്തെ സർക്കാരുകൾ ശ്രമിക്കാറുണ്ട്. പോലീസിന്റെ സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും അവിടെ ശക്തമല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഇതാണ് അവരുടെ ധൈര്യം. പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, നെഹ്റു കോളേജിന്റെ ബാക്കി സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലാണ് എന്നത് അവർ മറക്കാൻ കഴിയില്ല. അതായത് മുഹസിൻ, അതായത് ഇതിനകത്ത് നമുക്ക് വലിയ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് വിദ്യാഭ്യാസത്തെ, അക്ഷരത്തെ ഇവർ വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ്. ആ കച്ചവടത്തിനെതിരായി വരുന്ന എല്ലാവിധ ജനകീയ സംരംഭങ്ങളെയും കൊഞ്ഞണം കുത്തുന്ന രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിനോ ഒരു ജനാധിപത്യ സമൂഹത്തിനോ അംഗീകരിക്കാനാകില്ല, വിശിഷ്യ കേരളത്തിന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കുട്ടികൾ ഇത്തരത്തിൽ പുറത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ പേരിൽ, അതും ജിഷ്ണുവിന് വേണ്ടി അവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയാണ്. നോക്കൂ, 2013 ഇതേ പീഡനത്തിന്റെ ഫലമായി ഒരു പെൺകുട്ടി ചാടി മരിച്ചു. ഈ പീഡനത്തിന്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ കോളേജിന്റെ. അന്ന് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് പോയ നമ്മുടെ വിദ്യാർത്ഥികൾക്കെതിരെ അവർ നടപടിയെടുത്തു. ഒരുപക്ഷെ അത് തന്നെയാണ് വീണ്ടും ഇവർ ആവർത്തിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാനാകും? ആ വിദ്യാർത്ഥി രേഷ്മ എന്ന് പറയുന്ന കുട്ടിയെ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ സമരം ചെയ്ത പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളെ പുറത്താക്കുകയും അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അതിലുള്ള മറ്റു കുട്ടികളെ ക്യാമ്പസിനകത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസും ഈ പറഞ്ഞ അവിടുത്തെ PT അധ്യാപകനായിട്ടുള്ള സെന്തിലടക്കമുള്ളവർ സ്റ്റേഷനിൽ വെച്ച് കുട്ടികളെ വീട്ടിലും കൂടെ പറയാതെ ക്രൂരമായി പീഡിപ്പിച്ചു. ഇത്തരത്തിലാണ് അവര് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫീസ്, ഇപ്പോ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫീസ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടാണ് അഡ്മിഷന്റെ സമയത്ത്. എന്നിട്ട് ഓരോ വർഷവും അവര് തോന്നിയ രീതിയിലാണ് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷന്റെ ഫീ. ഏതൊരു ചെറിയ പ്രശ്നം ഉണ്ടായാലും ID കാർഡ് പിടിച്ചു വെക്കും. എന്നിട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ഫൈൻ ഈടാക്കും. ഏറ്റവും ചുരുങ്ങിയ ഫൈൻ 5000 രൂപയാണ്. അങ്ങനെ ഉയർന്ന ഫൈനുകൾ കൊടുക്കുക. പിന്നെ അവസാനം ഈ PT അധ്യാപകന്റെ മുറിയിൽ പോയി അവിടെ ക്രൂരമായി മർദ്ദനമേൽക്കുക. ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഒരു വിദ്യാർത്ഥി അകത്തേക്ക് ക്യാമ്പസിലേക്ക് കയറുമ്പോ ആദ്യം ഒരു ചെക്കിംഗ് ഉണ്ട്, പിന്നെ 2-3 സ്ഥലത്ത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ക്ലാസ്സിലേക്ക് കയറണമെങ്കിൽ ID കാർഡ് വേണം. സോക്സിന്റെ കളർ മാറിപ്പോയാൽ ഫൈനാണ് 5000 രൂപ. ഏതെങ്കിലും തരത്തിൽ യൂണിഫോം ഇടാതെ വന്നിട്ടുണ്ടെങ്കിൽ സസ്പെൻഷനാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ കാശ് മുടക്കി കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികളെ കാണുന്നത്. അത് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ ഉള്ളതിനേക്കാളും 100 മടങ്ങ് അപ്പുറത്താണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെയുള്ള ക്യാമ്പസുകൾ. അല്ല, ഇത് ഈ ജിഷ്ണുവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവത്തോടെ കാണണം. അതായത് കോളേജ് മാനേജ്മെന്റുകൾ നടത്തുന്നത്
അരുംകൊലയ്ക്ക് സമാനമായ ഒരു വിദ്യാഭ്യാസ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ രീതിയാണെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ സമൂഹം മുഴുവൻ, അടുത്ത തലമുറ മുഴുവൻ ഈ വിദ്യാഭ്യാസ സമ്മർദ്ദത്തിൽ എരിഞ്ഞടങ്ങും. ഇതിൻ്റെ നേട്ടം ചില മുതലാളിമാർക്ക് മാത്രമുണ്ടാകും. ഈ വലിയ ദുഷ്ചിന്തകൾക്കെതിരെയുള്ള സമരത്തെ മുളയിലേ നുള്ളാനാകും. ഈ കോയമ്പത്തൂരിൻ്റെ ഈ നടപടിയിൽ വിദ്യാർത്ഥികൾക്ക് ധൈര്യം പകർന്നില്ലെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് നൽകിയില്ലെങ്കിൽ, നിയമപരവും ശാരീരികവുമായ പരിരക്ഷ നൽകിയില്ലെങ്കിൽ ഈ സംരംഭം മുഴുവൻ പൊളിഞ്ഞു പോകും. ഒരുപക്ഷെ മുഹസിൻ, അങ്ങനെ ഒരു ഗൗരവമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ ഈ കുട്ടികളുമായി പെടുത്തിയിട്ട് പനീർ ശെൽവത്തെയും ശശികലയും അടക്കമുള്ള അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇടപെടണം, അവരുടെ മുഖ്യമന്ത്രിയെ ഇടപെടണം. ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കില്ലേ മുഹസിൻ? തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വരുന്നൊരു തലമുറ സ്വന്തം മുഖം തുറന്നു വെച്ചുകൊണ്ട് സ്വന്തമായി ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു തലമുറയല്ലാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിലൂടെ വരുന്നത്. രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്, കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് രക്ഷിതാക്കളോട് പറയുമ്പോ, കുടുംബത്തിൽ പറയുമ്പോ, അല്ലെങ്കിൽ പുറത്ത് പറയുമ്പോ നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട, എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പുറത്ത് വെക്കുന്നവരെ പുറത്താക്കിക്കോട്ടെ, നിങ്ങൾ അതിലൊന്നും ഇടപെടണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കളോട് പറയാനുമുണ്ട് കാര്യങ്ങൾ. കാരണം നമ്മുടെ കുട്ടികൾ ധൈര്യമില്ലാത്ത, സ്വന്തം കാര്യങ്ങൾ പറയാൻ പറ്റാത്ത, പ്രതികരിക്കാൻ കഴിയാത്ത കുട്ടികളായിട്ടാണോ നമ്മുടെ കുട്ടികൾ വളരേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് കാതലായ ചോദ്യം. മുഹമ്മദ് മുഹസിൻ പറയുകയാണ്, വിദ്യാർത്ഥികൾക്ക് കോയമ്പത്തൂരിൽ ഇത്തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ സർക്കാർ തലത്തിൽ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കും, ഒപ്പം രാഷ്ട്രീയമായി കൂടി അവിടുത്തെ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ചെയ്യും എന്ന ഉറപ്പുകൂടി മുഹസിൻ ഈ ഘട്ടത്തിൽ നമ്മളോട് കൈമാറുകയാണ്. ജിഷ്ണുവിന് നീതി സമരം ചെയ്ത കോയമ്പത്തൂരിലെ വിദ്യാർത്ഥികളോട് നെഹ്റു മാനേജ്മെന്റിന്റെ ഭീഷണി. ചർച്ചയിൽ പങ്കെടുത്ത മുഹസിന് വളരെ നന്ദി. വാർത്തയുടെ വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ലതീഷ് നൽകിയത്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. മരുമകളുടെ ക്രൂരമർദ്ദനത്തിൽ അമ്മായിയമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റ വയോധികയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മകൾ അമ്മായിയമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ദൃശ്യങ്ങളിലേക്ക്. ആരാ അടിച്ചതാരാ? ആഞ്ഞടിച്ചോ? ആരാ ആഞ്ഞടിച്ച? ആരാ അടിച്ച അമ്മേനെ? ആരാ വീശി അടിച്ച? ആരാ വീശി അടിച്ചതാരാ അമ്മേനെ? തീർച്ചയായും ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ തന്നെ ചേരുകയാണ്. ഷാജി, എന്തൊക്കെ രീതിയിലാണ് അവർ ആ വയോധികയെ പീഡിപ്പിക്കുന്നത്? ചൂടുവെള്ളം വരെ അവരുടെ മുഖത്തേക്ക് ഒഴിക്കുന്നു. അജിംഷാദെ, കഴിഞ്ഞ 2-3 മാസങ്ങളിലായിട്ട് ഈ അമ്മ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുകയാണ്. മകന്റെ ഭാര്യയിൽ നിന്നാണ് ഇത്തരം പീഡനങ്ങൾ സഹിക്കുന്നത്. അത് ഹരിപ്പാട് ഡാനാപ്പടി സ്വദേശിയാണ് ഇവർ. മകൻ വിദേശത്താണ്. മരുമകളുടെ സംരക്ഷണയിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. മറ്റ് 2 പെൺമക്കൾ കൂടി ഉണ്ട് എങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഇല്ലാത്തതിന്റെ പേരിലാണ് അവർക്ക് തള്ളയെ മകന്റെ വീട്ടിൽ താമസിപ്പിക്കേണ്ടി വന്നത്. നിരന്തരം മകന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ മാതാവിന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത് തടയുന്നതിനോ മറ്റോ മക്കൾക്ക് ഇവിടെ എത്താനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മരുമകളുമായി സംസാരിക്കാനും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാസങ്ങളായിട്ട് ഈ തള്ള ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മകൻ വിദേശത്താണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഇവരുടെ കൈക്ക് മാരകമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചു. ഈ മരുമകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ കൈ തല്ലി ഒടിക്കുകയും അതിന് എല്ലുകൾക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്ത് ഇതിനുശേഷം ഇവരെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചെവിയിൽ നിന്നും മറ്റും രക്തം ഒഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് ഇവരെ കഴിഞ്ഞ ദിവസം രാത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഈ സ്ത്രീ ഇപ്പോൾ. നിരന്തരം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അയൽവാസികളുടെ മറ്റും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരാണ് ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയതും ഇത് പുറത്തുവിട്ടതും. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരുമകൾക്കെതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസെടുത്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള കേസുകൾ കൊണ്ട്
പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വയോധിക നിയമം ഒക്കെ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നോക്കൂ ഷാജി, നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ വളരെ വേദനിപ്പിക്കുന്നതാണ്. ദൂരെ നിന്ന് ക്യാമറയ്ക്ക് പോലും കിട്ടുന്ന രീതിയിലുള്ള നീരാവി പറക്കുന്ന അത്രയേറെ ചൂടുള്ള വെള്ളമാണ് കാലിലേക്കും മുഖത്തേക്കും ഒഴിക്കുന്നത്. അതിനുശേഷം ആ അമ്മ പറയുന്നു ആഞ്ഞടിക്കുന്നു മുഖത്തുനിന്ന്, എന്നിട്ട് പോലും മരുമകളുടെ പേര് പറയുന്നില്ല ആ അമ്മ. തീർച്ചയായിട്ടും. കാരണം ഇവരെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് ഈ മരുമകൾ. സ്വന്തം മക്കൾ പോലും ഈ മരുമകൾക്കെതിരായിട്ട് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം അത്തരത്തിൽ അവർ വളരെ ക്രൂരമായ രീതിയിലാണ് ഈ പ്രായമുള്ള സ്ത്രീയെ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. മറ്റ് ആശ്രയങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കൊണ്ടാണ് അവരിതെല്ലാം സഹിച്ച് ഈ മരുമകളുടെ ആശ്രയത്തിൽ അവരെ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. മക്കളും മറ്റും ഇത് അറിഞ്ഞിരുന്നുവെങ്കിലും ഇത് ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റ് പെൺമക്കളൊക്കെ തന്നെ പറയുന്നത്. ഈ പെൺമക്കളാണ് ഇവരെ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ അധികം അവശ നിലയിലാണ് ഇവരുടെ ഒരു ശാരീരികാവസ്ഥ നിലവിൽ. മാനസികമായിട്ടും ഇവർ വളരെയധികം തളർന്നിരിക്കുകയാണ്. കാര്യം സ്വന്തം മകന്റെ ഭാര്യയിൽ നിന്നും ഇത്തരത്തിലുള്ള നിരന്തരം പീഡനങ്ങൾ ഈ പ്രായത്തിൽ ഏൽക്കേണ്ടി വന്നതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. എന്തായാലും വളരെയധികം ശാരീരികവും മാനസികവുമായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്ന സ്ത്രീ ഇപ്പോൾ ചികിത്സയിലാണ്. തീർച്ചയായും ഷാജി, ഒരുപക്ഷെ നമുക്ക് ലഭിച്ച ഈ ദൃശ്യങ്ങൾ പോലീസിനും തുടർ നടപടികൾക്ക് സഹായകമാകുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്ത് ഈ മൊബൈൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ വാർത്തകൾ വന്ന സാഹചര്യത്തിൽ ഹരിപ്പാട് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും ഈ സ്ത്രീയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുമുള്ള പോലീസ് സംഘത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർ ഇത്തരം നടപടികൾ പൂർത്തീകരിച്ചു. ഈ തള്ളയുടെ മൊഴിയുടെ, അതായത് പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഈ മർദ്ദനം ഏൽക്കേണ്ടി വന്ന മാതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമപരമായി പോലീസിന് കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസെടുക്കൂ. ശരി ഷാജി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. അമ്മയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന മരുമകളുടെ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ആ മരുമകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികളുമായി പോലീസ് മുമ്പോട്ട് പോകുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഷാജി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനായി ഹൈക്കമാൻഡ് ഇടപെടൽ ശക്തിപ്പെടുത്തി. മുകുൾ വാസ്നിക് നടത്തിയ ഫോൺ സംഭാഷണത്തിൽ കർശന നിലപാട് ഉമ്മൻചാണ്ടി മയപ്പെടുത്തി. സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ദില്ലിയിലെത്തി ചർച്ച നടത്തുമെന്നാണ് സൂചന. ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങൾക്കൊടുവിൽ കർശന നിലപാട് മയപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറായി. സംഘടനാ പ്രശ്നങ്ങളിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം നിലപാട് മാറ്റി. ഫോണിൽ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നികുമായി നടത്തിയ സംഭാഷണത്തിലൊടുവിലാണ് ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കിയത്. അടിയന്തരമായി ദില്ലിയിലെത്തി ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടിയെ മയപ്പെടുത്താൻ കോൺഗ്രസിനുള്ളിൽ നടന്ന പല നീക്കങ്ങൾക്കൊടുവിലാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ഈ മാസം 14 ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയെ മയപ്പെടുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. അതേസമയം കേരളത്തിൽ മാത്രമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് AICCക്ക് തടസ്സമില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. സംഘടനാ തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്ന നേതാക്കളാണ് മറിച്ചു പറയുന്നത്. ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ലെന്ന് ഉറപ്പു പറയാനാകില്ലെന്നും ഹസൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കാൻ സരിതയ്ക്ക് സോളാർ കമ്മീഷന്റെ അനുമതി. ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കണമെന്ന് കാട്ടി സരിത കമ്മീഷന് അനുമതി തേടിയിരുന്നു. ഇതിനെ തുടർന്നാണ് കമ്മീഷന്റെ നടപടി. നേരിട്ട് ചോദ്യം ചെയ്യാൻ അനുമതി ലഭിച്ചാൽ 4 ചോദ്യം ഉമ്മൻചാണ്ടിയോട് ചോദിക്കാനുണ്ടെന്ന് സരിത പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ ക്രോസ് ചെയ്യാനായിട്ട് സരിതയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇല്ല, നമ്മൾക്ക് ടേൺ ആയിട്ടില്ല. ഇപ്പം നടക്കുന്ന ലോയേഴ്സ് യൂണിയൻ അഡ്വക്കേറ്റ് രാജേന്ദ്ര സാറിന്റെ ക്രോസ് ആണ്. ആ ക്രോസ് കഴിഞ്ഞതിന് ശേഷം 2 പേർ കൂടെയുണ്ട് 8B നോട്ടീസസ്. ഞങ്ങളുടെ ടേൺ 4th and 5th ആയിട്ടാണ് വരിക. അപ്പോൾ ആ ടേൺ വരുന്ന ടൈമിലാണ് നമുക്ക് പെർമിഷൻ ചോദിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 8B നോട്ടീസ് ആണ്. ഐ എം പെർമിറ്റഡ് ടു ക്രോസ് ഹിം. അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സരിത എസ് നായർക്ക് 8B നോട്ടീസ് ഉള്ള ഒരു പ്രൊവിഷനുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ള 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പെർമിഷനാണ് ഞാൻ
കമ്മീഷനോട് ചോദിക്കുന്നത്. ബാക്കിയുള്ള പ്രൊസീഡിങ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അഡ്വക്കേറ്റ് ആളൂർ സാർ തന്നെ ചോദിക്കും. ടേൺ വന്നാൽ സരിത തന്നെ നേരിട്ട് ക്രോസ് ചെയ്യാണോ ഉദ്ദേശിക്കുന്നത്? 4 ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുണ്ട്. ദാറ്റ് ഹി ഹാസ് ടു ആൻസർ. അത് ഇപ്പോഴെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പെർമിഷനാണ് ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് മുഖാന്തരം പെർമിഷൻ ചോദിക്കാൻ പോകുന്നത്. അതെനിക്ക് ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുഖം അടച്ച പോലെ എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടിയാണ്. അപ്പൊ അങ്ങനെ കള്ളം പറയുന്ന ഒരാളെ എനിക്ക് നേരിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ. ആ 4 കാര്യത്തിൽ എനിക്ക് നേരിട്ട് ചോദിക്കണം. 4 ക്വസ്റ്റ്യൻസ് എനിക്കുണ്ട്. 4 ക്വസ്റ്റ്യൻസ് അത് ഞാൻ ചോദിക്കും. ഈ 4 ചോദിച്ച ശേഷം ബാക്കിയുള്ളത് വക്കീലായിരിക്കും ചോദിക്കുക. എന്റെ വക്കീലാണ് ഫസ്റ്റ് ചോദിക്കുക. എന്തായാലും 4 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പെർമിഷൻ ഞാൻ എന്റെ അഡ്വക്കേറ്റ് ത്രൂ കമ്മീഷനിൽ നിന്ന് ഞാൻ വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. അച്ചടക്കരഹിതമായി പെരുമാറിയെന്ന പരാതിയിൽ ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസണെ താക്കീത് ചെയ്യാൻ KCA തീരുമാനിച്ചു. സഞ്ജുവിന്റെ പിതാവ് സാംസണ് കളിസ്ഥലത്തും പരിശീലന വേദികളിലും വിലക്കേർപ്പെടുത്തുമെന്നും KCA അറിയിച്ചു. വളർന്നുവരുന്ന കളിക്കാരൻ എന്ന പരിഗണന വെച്ചും തെറ്റ് ആവർത്തിക്കില്ല എന്ന് എഴുതി നൽകിയതുകൊണ്ടുമാണ് നടപടി താക്കീതിൽ ഒതുക്കുന്നതെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. അച്ചടക്കരഹിതമായി പെരുമാറിയെന്ന പരാതിയിൽ സഞ്ജുവിനെതിരെ കടുത്ത നടപടി വേണ്ടെന്നാണ് KCAയുടെ തീരുമാനം. നടപടി താക്കീതിൽ ഒതുക്കും. വളർന്നുവരുന്ന കളിക്കാരൻ എന്ന പരിഗണന വെച്ചും തെറ്റ് ഏറ്റുപറഞ്ഞ സാഹചര്യത്തിലുമാണ് നടപടി ലഘൂകരിക്കുന്നതെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് സഞ്ജുവും പിതാവ് സാംസണും എഴുതി നൽകിയതായും KCA ഭാരവാഹികൾ അറിയിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും സഞ്ജു ഇനി മുതൽ. മാത്രവുമല്ല, സഞ്ജുവിന്റെ പിതാവ് സാംസണ് വിലക്കേർപ്പെടുത്താനും KCA തീരുമാനിച്ചു. കളിസ്ഥലം, പരിശീലന വേദി എന്നിവിടങ്ങളിൽ സാംസൺ ഇനി പ്രവേശിക്കാൻ പാടില്ല. കോച്ച്, KCA ഭാരവാഹികൾ എന്നിവരുമായി ഇടപഴകുന്നതും വിലക്കിയിട്ടുണ്ട്. ഗോവയ്ക്കെതിരെ മുംബൈയിൽ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ അച്ചടക്കരഹിതമായി പെരുമാറിയെന്നായിരുന്നു മുൻ രഞ്ജി ക്യാപ്റ്റൻ കൂടിയായ സാംസണെതിരായ പരാതി. 2ാം ഇന്നിംഗ്സിൽ 0-ന് പുറത്തായ സഞ്ജു ഡ്രസ്സിംഗ് റൂമിലെത്തി ബാറ്റ് തല്ലിപ്പൊളിച്ചെന്നും ശേഷം ആരോടും പറയാതെ റൂം വിട്ടുപോയെന്നുമായിരുന്നു ആരോപണം. സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ KCA പ്രസിഡന്റ് TC മാത്യുവിനെ വിളിച്ച് മോശമായി സംസാരിച്ചെന്നും ആരോപണമുയർന്നു. പരാതികൾ അന്വേഷിച്ച 4-അംഗ ഉപസമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി താക്കീതിൽ ഒതുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.